സ്ത്രീകൾക്കൊപ്പം വീണ്ടും പിണറായി വിജയൻ സർക്കാർ. കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ പീഡനത്തിനിരയാകുന്നത് തടയാൻ നിയമത്തിൽ ഭേദഗതി വരുത്താൻ മന്ത്രിസഭയുടെ തീരുമാനം. 1960 കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആക്ട് ഭേദഗതി ചെയ്യുന്നതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ, CPM നേതാവ് SK സജീഷ് എന്നിവർ. ശ്രീ SK സജീഷ്, 1960 കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ചില തീരുമാനങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു പിണറായി വിജയൻ സർക്കാർ. അതിൻ്റെ കരടിനാണ് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. ഇതിലൂടെ സ്ത്രീകൾക്ക് വീണ്ടും വലിയ അവകാശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണല്ലോ ഇപ്പോൾ അവകാശവാദം. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയിട്ടുള്ളത്? തീർച്ചയായും ഡോക്ടർ ലാൽ, വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് തൊഴിൽ നിയമത്തിൽ വരുത്താൻ വേണ്ടി ഇപ്പോൾ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ 1960 ഭേദഗതി വരുത്താൻ വേണ്ടി ഇപ്പോൾ സർക്കാർ എടുക്കുന്ന തീരുമാനം. നമുക്കറിയാം, രാജ്യം മുഴുവൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഒരു കാലം കൂടിയാണ് ഇത്. നമ്മൾ കാണേണ്ടതുണ്ട്. രാജ്യത്തെ 14 തൊഴിൽ നിയമങ്ങളാണ് ഇപ്പോൾ രാജ്യത്തെ കേന്ദ്ര സർക്കാർ അതിലുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്. ഇവിടെ 7 പുതിയ ഭേദഗതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, കേരളത്തിൽ ഒരുപാട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടന്നു. തൊഴിലിടങ്ങളിൽ ഇരിക്കാനുള്ള അവകാശം, വിശ്രമിക്കാനുള്ള അവകാശം, ആ അവകാശം ഈ നിയമത്തിൻ്റെ ഭാഗമായി വരാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ വർക്ക് പ്ലേസിൽ, തൊഴിൽ സ്ഥലത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഹരാസ്മെൻറ്റ് നടക്കുന്നത് അത് തടയാനും, അത്തരം ഹരാസ്മെൻ്റ് ഉണ്ടായാൽ അത് മാനേജ്മെൻറ്റിൻ്റെ, തൊഴിലുടമയുടെ ഉത്തരവാദിത്തമായി, ബാധ്യതയായി വരുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്നു. പിന്നെ തൊഴിലാളി എന്ന നിർവചനത്തിൽ തന്നെ ഈ നിയമത്തിൻ്റെ ഭാഗമായി പുതിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പോവുകയാണ്. കാരണം ഇപ്പോൾ സെക്യൂരിറ്റിയായി ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കോൺട്രാക്റ്റ് ഏജൻസി വഴിയെല്ലാം ജോലി ചെയ്യുന്നവരാണ്. അത്തരമുള്ള ആളുകൾക്ക് സുരക്ഷിതത്വം ഒന്നും തൊഴിൽ മേഖലയിലില്ല. ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ 20 കോൺട്രാക്ട് ആക്ട് പ്രകാരം 20 ആളുകളെങ്കിലും ഉണ്ടെങ്കിലേ അവർക്ക് അവകാശങ്ങളുള്ളൂ. അപ്പോൾ ഓരോ കോൺട്രാക്ട് തൊഴിലാളി പോലും, കരാർ തൊഴിലാളി പോലും സെക്യൂരിറ്റി ഏജൻസി ജീവനക്കാരുൾപ്പെടെ ഈ നിയമത്തിൻ്റെ ഭാഗമായി വരികയും അവർക്ക് തൊഴിൽ സുരക്ഷിതത്വം ലഭിക്കുന്ന സാഹചര്യവും മറ്റാനുകൂല്യങ്ങളും എല്ലാം ലഭിക്കുന്ന സാഹചര്യം വരും. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്, തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിനെതിരായിട്ടുള്ള നിയമ നടപടികൾ, അതിനീടാക്കുന്ന ഫൈനുകൾ വളരെ ചുരുങ്ങിയ തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ എങ്ങനെ പീഡിപ്പിച്ചാലും ചെറിയ തുക ഫൈൻ അടച്ചുകൊണ്ട് അതിനെല്ലാം മറികടക്കാൻ തൊഴിലുടമയ്ക്ക് കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മിനിമം ആ തുക 1 ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല, അത് ആവർത്തിച്ച് തെറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ 2 ലക്ഷം രൂപ വരെയായി അത് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത് ഏതെങ്കിലും ചെറുകിട സ്ഥാപനങ്ങളെ ബാധിക്കുന്ന രീതിയിലല്ല. കാരണം 1-2 തൊഴിലാളികളുള്ള സ്ഥലത്തൊക്കെ ഇതേ രീതിയിലുള്ള ഫൈൻ വരാൻ വേണ്ടി പോകുന്നില്ല. തൊഴിലുടമയെ കൂടി സംരക്ഷിച്ചുകൊണ്ടാണ് ഒരു തൊഴിലാളികളുടെ എണ്ണത്തിനനുസരിച്ചാണ് ക്രമപ്പെടുത്തുന്നത്. ഒരു തൊഴിലാളിക്ക് ഏതാണ്ട് 2500 രൂപ എന്നുള്ള നിലയിലാണ് ആ ഫൈൻ വരുന്നത്. ആ രീതിയിലെല്ലാം ഇപ്പോൾ തൊഴിൽ മേഖലയിൽ വിപുലമായ മാറ്റം, സ്ത്രീകൾക്കും എല്ലാം എതിരായി ഉണ്ടാകുന്ന അവരുടെ തൊഴിൽ സമയം ഉൾപ്പെടെ ക്രമപ്പെടുത്തുന്ന രീതിയിൽ, തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഈ നിയമം വരുന്നത്. ശരി. അപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, മുൻ മന്ത്രി കൂടിയായ താങ്കൾ, പ്രതിപക്ഷം ഈ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നൊരു കാര്യമാണ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ തോട്ടം മേഖലയിൽ നേരത്തെ തന്നെ ചില തീരുമാനങ്ങൾ എടുത്തത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിച്ചുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഒരു സ്വീകാര്യത നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ട പരിഗണന നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പെടുത്ത ഒരു തീരുമാനം താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം, സ്ത്രീകൾക്ക് കസേര ഇട്ട് കൊടുത്ത് തുണിക്കടകളിലുമൊക്കെ അവർക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന രീതിയിൽ, അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ കയ്യടി വാങ്ങുന്ന ഒരു തീരുമാനം കൂടി ഉണ്ടാകുന്നു. എങ്ങനെ കാണുന്നു ഈ തീരുമാനത്തെ? തൊഴിൽ മേഖലയിൽ കൊണ്ടുവരുന്ന തൊഴിലാളിക്ക് അനുകൂലമായി പ്രായോഗികമായി കൊണ്ടുവരുന്ന എല്ലാ
നിയമങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നവരാണ്, ഒരു തർക്കമൊന്നുമില്ല. പിന്നീട് ഈ ഡ്രാഫ്റ്റിൽ എന്തൊക്കെയാണ് എന്ന് ഇതുവരെ എനിക്കറിയില്ല. ഇപ്പോഴും അത് ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്ത് ചിലപ്പോൾ നാളെ പുറത്തു വരായിരിക്കും, അല്ലെങ്കിൽ അമെൻമെൻ്റ് ആകുമ്പോഴേക്കും ഒന്നെങ്കിൽ ക്യാബിനറ്റ് പാസ്സാക്കി അത് ഓർഡിനൻസ് ഇറക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നിയമസഭ കൂടുമ്പോൾ നിയമമാക്കാം. തീർച്ചയായിട്ടും സ്ത്രീകൾക്കും അതുപോലെ ഇങ്ങനെയുള്ള എല്ലാ തൊഴിൽ മേഖലകളിലും ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു പുതിയ ശാസ്ത്രശാഖ ഇപ്പോൾ ഉണ്ടായിട്ട് അതിൻ്റെ പേര് എർഗണോമിക്സ് എന്നാണ്. ERGONOMICS, സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ മാൻ മെഷീൻ ഇൻ്റർഫേസ് എന്നാണ് പറയുന്നത്. ഇപ്പോഴും മിക്കവാറും ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരെ അവർ ക്ലാസ് കൊടുത്ത് തുടങ്ങി. അതായത് ഇത്രയാണ്: ഹൗ ദ വർക്കർ ഫിറ്റ്സ് ഇൻ ടു വർക്ക് ആൻഡ് സ്റ്റേഷൻ, അതുപോലെ ഹെൽത്ത് റിസ്ക് ഉണ്ട്, റിപ്പീറ്റഡ് സ്ട്രെയിൻ ഇഞ്ചുറി, അതുപോലെ മസ്കുലർ സ്കെലിറ്റൻ പ്രോബ്ലംസ്, അങ്ങനെ തുടങ്ങിയ ഒരു തൊഴിലാളി, അത് ഒരു IT ബിരുദധാരി, IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, സാധാരണ ഒരു ചെമ്മീൻ കമ്പനിയിൽ ചെമ്മീൻ പീൽ ചെയ്യുന്ന തൊഴിലാളി ആയിക്കോട്ടെ, അവർക്ക് ആ വർക്ക് രീതി ഉണ്ടാകുന്ന സ്ട്രെയിൻ, അതിനെക്കുറിച്ച് കൂടിയാണ് പുതിയ ചർച്ച വരേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് ആക്ടിലുള്ള നമ്മുടെ ഈ സെക്യൂരിറ്റി ജീവനക്കാർ, അവർക്ക് മൂവ്മെൻറ്റിനുള്ള ഇതുണ്ട്. പക്ഷേ വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ വരാൻ പോകില്ല നമ്മുടെ ഓണം, എല്ലാ തുണിക്കളുടെ മുമ്പിലും മാവേലിയായിട്ട് ആളങ്ങ് നിർത്തുക, അതേ കുടയും പിടിച്ച് നിൽക്കുകയാണ്. അതേതുകൊണ്ട് ആ സ്ട്രെയിൻസ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്ന നിയമത്തിൻ്റെ കൂടെ ഈ എർഗണോമിക്സ് എന്ന് പറയുന്ന പുതിയ ശാസ്ത്രശാഖയുണ്ട്. ഒരു ആൾ ജോലി ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം. ഇപ്പോൾ കമ്പ്യൂട്ടർ, ഇപ്പോൾ ലാല് തന്നെ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യാവുള്ളൂ, ഇടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾ തിരിയേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, ഈ നല്ല കാര്യം അതോടൊപ്പം തന്നെ എല്ലാ തൊഴിൽ മേഖലയിലും എങ്ങനെയാണ് അവരുടെ ഹെൽത്തിനെ ഇത് ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടിയുള്ള സ്റ്റഡി നടത്തുകയും അതുകൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അവിടെ നന്നായിരിക്കുന്ന എൻ്റെ അഭിപ്രായം. തീർച്ചയായും. ഒരുപക്ഷെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതും വല്ലാത്ത ദയനീയാവസ്ഥ നേരിട്ടതുമാണ് ഈ തുണിക്കടകളിലും ഒക്കെ നിൽക്കുന്ന സെയിൽസ് മേഖലയിൽ പണിയെടുക്കുന്ന, പ്രത്യേകിച്ച് കൂടുതലും അവർ സ്ത്രീകളാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത് കൂടുതൽ ബാധിക്കുന്ന ഒരു നിയമമായി മാറുന്നത്. മറ്റു പുരുഷന്മാരും ഒക്കെ ഉണ്ട്, അവർക്കൊന്നും ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇത് അവർക്ക് ഈ നിയമം ഇങ്ങനെ കൊണ്ടുവരുന്നത് വഴി കൂടുതൽ ഇത്തരം മേഖലകളിൽ പണിയെടുക്കുന്നവർക്ക് പെട്ടെന്നൊരു ആനുകൂല്യം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാകണം കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ വരെ ഇന്നത് സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പറഞ്ഞത്. താങ്കൾ ഉൾപ്പെടെയുള്ളവർ അതിനെ അനുകൂലിക്കുന്നത്. ഈ കാര്യങ്ങൾ താങ്കൾ ഇപ്പോൾ പറഞ്ഞ എർഗോണമിക്സ് വരെ ഉള്ള കാര്യങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ വരെ നിയമസഭയിൽ ചർച്ച ചെയ്യേണ്ടി വരും ഈ ഭേദഗതിയൊക്കെ വരുമ്പോൾ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്താനും സാധിക്കുമായിരിക്കും. അങ്ങനെ ചില കൂട്ടിച്ചേർക്കലുകൾ വരണം എന്നുള്ള ക്രിയാത്മകമായ ഒരു നിലപാട് മാത്രമാണോ ഈ ഘട്ടത്തിലുള്ളത്? ഞാൻ ഈ കഴിഞ്ഞ നിയമസഭയിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച വന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തുണിക്കടകളുണ്ട്. ഈ പെൺകുട്ടികൾ അവിടെ ഈ സാരി എടുത്തു കൊടുത്ത് ഈ ഒരു നിപ്പാണ്. സ്വാഭാവികമായിട്ടും അതിന് മാറ്റം ഉണ്ടാകണം. അതാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെ ശാസ്ത്രീയമായിട്ട് അവരുടെ തൊഴിലിനെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു. അതുപോലെ ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, സ്ത്രീകൾ കൂടുതലുണ്ടെങ്കിൽ അവിടെ ബേബി സിറ്റിങ്ങിനുള്ള ഫെസിലിറ്റി വേണം. ഇപ്പോൾ മറ്റേ ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം വേണം. ഇപ്പം തന്നെ നമ്മുടെ പാർലമെൻറ്റ് പാസ്സൊക്കെ ആക്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നമുക്ക് വിശാലമായ ചർച്ച നിയമസഭ നടക്കണം, പുറത്ത് നടക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തൊഴിലുടമയുണ്ടല്ലോ, അവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇപ്പം അവർ ചിലപ്പോൾ കേട്ടവിടെ എത്തുന്നിരിക്കും. അത് ശരിയല്ല. എല്ലാവർക്കും ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്. ഒരു തൊഴിലാളിയാണെങ്കിൽ അവൻ്റെ അവകാശമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പരിരക്ഷ കൂടുതൽ വേണ്ട ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ ഞാൻ സർവാത്മ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഈ കാര്യത്തിൽ തൊഴിലുടമയ്ക്ക് വേണ്ടി രണ്ട് വാചകം കൂടി പറയും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ എന്നാണ് ഞാൻ കരുതിയത്. കാരണം അവരും ഈ കാര്യത്തിൽ ചില സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഒന്ന്, ഇപ്പോൾ രാത്രിയിൽ 7 മണി മുതൽ 6 മണി വരെയുള്ള, വെളുപ്പാങ്കാലത്ത് 6 മണി വരെയുള്ള സമയങ്ങളിൽ സ്ത്രീകളെ ജോലിക്ക് നിയോഗിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ നിയമം. ആ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഇപ്പോൾ രാത്രിയിൽ ഒരു ഗ്രൂപ്പാക്കി തിരിച്ച് ആ ഗ്രൂപ്പിൽ 2 സ്ത്രീകളെങ്കിലും ഉണ്ടാകണം. അവിടെ അവർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് തൊഴിൽ നൽകാം എന്നുള്ളതാണ് ഈ നിയമത്തിൽ വരാൻ പോകുന്നത്. അവർക്ക് രാത്രിയിൽ വാഹന സൗകര്യം ഒരുക്കണം എന്നൊക്കെയാണ്. അപ്പോൾ രാത്രിയിൽ അവർക്ക് തൊഴിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇത് ഉടമകൾ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളതാണ് താങ്കൾ കാണുന്നത്? ലാല, ഇപ്പോഴത്തെ നമ്മുടെ IT മേഖലയിൽ
ഇപ്പോൾ എറണാകുളത്ത് ട്രിവാൻഡ്രത്ത് ഒക്കെ ഉണ്ട്. IT മേഖല രാത്രി വർക്ക് ചെയ്യുന്നുണ്ട്, പെൺകുട്ടികൾ ഇഷ്ടംമാറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അവർ വൈകിട്ട് അവിടെ എത്തുകയും അതിനൊരു ക്യാബ് അറേഞ്ച് കൊടുക്കും. വൈകിട്ട് എത്തുകയും അവർ രാത്രി അവിടെ ഡ്യൂട്ടി. അതോടൊപ്പം തന്നെ അവർക്ക് ഉറങ്ങാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ തന്നെ IT മേഖല അതുണ്ട്. പക്ഷേ നമ്മുടെ മറ്റ് തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പല പുതിയ ഷോപ്സിലും ലേറ്റായിട്ടാണ് പെൺകുട്ടികൾക്ക് ജോലി പോകുന്നത്. ഇപ്പോൾ എറണാകുളത്തൊക്കെ ഒന്ന് കാണാൻ രാത്രി മാതാപിതാക്കൾ ഒന്ന് ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുക 9 മണിക്ക് മക്കളെ കൊണ്ടുപോകാൻ. അതിന് പകരം അവർക്ക് അവിടെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അവിടെ റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടാവണം. ഞാൻ പറയുന്നത് അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഈ ഉടമകളെയും വിളിക്കണം. അത് ഞാൻ പറയുന്നത് ഇപ്പോൾ ചെറിയ ഷോപ്സ് വേണ്ട, വൻകിട ഷോപ്പ് ഉടമകളെയും വിളിച്ച് സർക്കാർ ചർച്ച നടത്തി ലേബർ മിനിസ്റ്റർ വിളിച്ച് സംസാരിക്കണം. പുതിയ മാറ്റം ഉൾക്കൊള്ളാൻ അവരും തയ്യാറാവുന്നതിൻ്റെ വിശ്വാസം. അവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെയും കൂടെ കൊണ്ടുപോകണം. അതിനുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ശ്രീ സജീഷ്, ആ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ ഉണ്ടാകുമല്ലോ. അതായത് ഈ ഉടമകളുമായി ചർച്ച കൂടി ചെയ്തുകൊണ്ട്, അതേസമയം ഇതിനകത്ത് ഇപ്പോൾ തീരുമാനം വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് തീരുമാനങ്ങൾ. സെക്യൂരിറ്റി ഏജൻസികൾ വഴി ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക, തൊഴിലാളി എന്ന പദത്തിന്റെ നിർവചനം വിപുലപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യുക, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, തുണിക്കടകൾ ഇവിടെയൊക്കെ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് ഈ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കുക, ലൈംഗിക പീഡനത്തിനിരയാകുന്നത് തടയാൻ ഉള്ള കൂടുതൽ പരിരക്ഷ ഈ കരട് ബില്ലിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, കർശന വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായി തന്നെ നേരത്തെ ഡൊമിനിക് പ്രസന്റേഷൻ സംശയം പ്രകടിപ്പിച്ച ഒരു പഠനം നടത്തി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയുള്ള അത്ര തയ്യാറെടുപ്പുകൾ നടത്തി തന്നെയാണോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? തീർച്ചയായും കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാർ എല്ലാ വിഭാഗത്തെയും ഒരുപോലെ കാണുകയും ആ വിഭാഗങ്ങളുടെ എല്ലാം അവരുടെ എല്ലാം ക്ഷേമത്തിനായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒരുപാട് പദ്ധതികൾ ഈ അടുത്ത സമയത്ത് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു. നമുക്കറിയാം കേരളത്തിൽ പലരും ഇങ്ങനെ ബ്ലേഡ് പലിശയിൽ കുടുങ്ങി ജീവിതം അവസാനിപ്പിക്കേണ്ട സാഹചര്യം കുടുംബങ്ങൾ വന്നപ്പോഴാണ് മുറ്റത്തമില്ല എന്നുള്ള രീതിയിൽ സർക്കാർ തന്നെ വളരെ ചുരുങ്ങിയ പലിശയിൽ ആവശ്യമുള്ള പണം എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയത്. ഇപ്പോൾ തൊഴിൽ മേഖലയിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം മിനിമം വേജസ് നിർണ്ണയിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഇടപെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 23 മേഖലകളിൽ മിനിമം വേജസ് നിശ്ചയിച്ചു കഴിഞ്ഞു. 80 മേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നു. 82 മേഖലകളിലേക്ക് അത് ഉയർത്തി മിനിമം വേജസ് ഇപ്പോൾ ഒരു വർഷത്തിനിടയിൽ വളരെ കൃത്യതയോടുകൂടി എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ ഓരോ അവകാശങ്ങളും കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സത്യത്തിൽ പറഞ്ഞാൽ ഇത് രാജ്യം ഭരിക്കുന്ന സർക്കാരിനൊരു സന്ദേശം നൽകുകയാണ് കേരളത്തിലെ സർക്കാർ. ഇപ്പം മിനിമം വേജസ് ആക്റ്റും അല്ലെങ്കിൽ സ്ഥിരം തൊഴിലവകാശവും എല്ലാം ആ നിയമങ്ങൾ ഉൾപ്പെടെ 14 നിയമങ്ങൾ രാജ്യത്ത് അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സർക്കാർ രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോഴാണ് സാധാരണ തൊഴിലാളികളുടെ മുഴുവൻ അവകാശങ്ങളും സംരക്ഷിക്കാനും ഇതുവരെയുള്ളത് മാത്രമല്ല കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തി അവർക്ക് അവകാശങ്ങൾ കൂടുതൽ കൊടുക്കാനുമുള്ള സംവിധാനം സർക്കാർ ഒരുക്കുന്നത്. ആ രീതിയിലുള്ള ശക്തമായ നിലപാടാണ് ഇവിടെ സ്വീകരിക്കപ്പെടുന്നത്. അതെല്ലാവരും അംഗീകരിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആശങ്കപ്പെടുന്ന സാഹചര്യമൊന്നുമില്ല. പക്ഷേ ശ്രീ എസ് കെ സജീഷ്, താങ്കൾ കൃത്യമായി അതിനൊരു രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകാൻ പോകുന്ന ഒരു ഘട്ടമാണ്. ഇത് കൃത്യമായി ഉന്നം വെക്കുന്നത് കേന്ദ്ര സർക്കാരിന് തന്നെയാണ് എന്ന് പറയുമ്പോൾ അവരുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്ക് ഉള്ള ചുട്ട മറുപടിയാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പറയുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ ഒരു നടപടി കൂടിയാണ്. ആ രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇതെടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമോ കേന്ദ്ര സർക്കാരിനെതിരായ പ്രചരണം നിങ്ങൾ നടത്തുക? അല്ല, ഇത് സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, തൊഴിലാളി വർഗ കാഴ്ചപ്പാടുള്ള ഒരു ഗവൺമെന്റ്, തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടുകളാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിനിമം വേജസ് നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിൽ ഉൾപ്പെടെ നടപ്പിലാക്കിയത്. അപ്പോൾ അതിന്റെ തുടർച്ചയായി തന്നെ തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ സജീവമായി ഉയർന്നു വന്ന ഇരിപ്പിടമില്ലാത്തത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, മറ്റ് അസൗകര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നിയമം വരുന്നത്. മറ്റൊരു വശം ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം നിഷേധിക്കുന്ന ഒരു സർക്കാരാണ് രാജ്യത്തുള്ളത്. അതിനെതിരായി രാജ്യത്ത് ഏതാണ്ട് 18 കോടിയിലധികം തൊഴിലാളികൾ രാജ്യത്ത് പണിമുടക്കുന്ന സാഹചര്യം വന്നു. ആ തൊഴിലാളികൾ അവരുയർത്തിയ ആശയങ്ങൾ, ആ ആശയങ്ങൾ ഒരു വശത്ത് നിന്ന് ഈ കേരളം സന്ദേശമായി രാജ്യത്തിന് നൽകുകയാണ്.
അവിടെ ഇത് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട്. മറ്റൊരു വശം നമ്മൾ കാണേണ്ടത് ഈ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയ്ക്കകത്തും രാജ്യത്തിന് സന്ദേശം നൽകുന്ന ഒരു സംസ്ഥാനമായി ഇന്ന് കേരളം മാറുന്നുണ്ട്. ആ നിലപാടിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ജനപക്ഷത്തുനിന്നുകൊണ്ട് ഇപ്പോൾ തൊഴിൽ വകുപ്പ് സ്വീകരിച്ച ഈ നിലപാടിനെയും നമുക്ക് കാണാൻ. തീർച്ചയായിട്ടും. അപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ കാര്യത്തിൽ അല്പം ഒരു രാഷ്ട്രീയപരമായ ചില ചർച്ചയും കൂടി ഈ രാജ്യത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം തൊഴിലാളികൾക്ക് വിരുദ്ധമായ രീതിയിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ചില നയങ്ങളും നിലപാടുകളും നിയമവും ഒക്കെ നിങ്ങളൊക്കെ പറയുന്നതുമൊക്കെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ്. ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്ന, തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന സർക്കാർ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഇതൊരു പുതിയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ. ഇത്തരത്തിൽ പൊതു ആയ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകുന്ന, പൊതുവെ ഒരു സ്വീകാര്യത കിട്ടുന്ന പല നടപടികൾ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാ ഇപ്പോൾ തൊഴിൽ മേഖലയിൽ വരുന്നു, തോട്ടം മേഖലയിൽ നേരത്തെ കണ്ടതുപോലെയൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെയുള്ളൊരു നിലപാട് വരുന്ന ഒരു പുതിയ സാഹചര്യം, നിങ്ങൾ പോലും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം, നിങ്ങളും കേരളത്തിൻ്റെ ഈ ശബ്ദം മുൻകൂട്ടി കാണിച്ചുകൊണ്ട് കേന്ദ്രത്തോട് സംസാരിക്കുമ്പോഴും കേന്ദ്രത്തിനെതിരെ നിങ്ങളുടെ പ്രചരണം വരുമ്പോഴും ഒക്കെ കേരളത്തിൻ്റെ ഈ സംഭാവന ചൂണ്ടിക്കാട്ടുമോ? അല്ല, അത് ഓരോ സാഹചര്യത്തിലല്ലേ വരാൻ കഴിയുള്ളൂ. ഇപ്പം അടുത്ത് വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞങ്ങൾ വെക്കാൻ പോകുന്ന മുദ്രാവാക്യം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് തന്നെയായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ, അവരുടെ സാമ്പത്തിക നയങ്ങൾ, അതുണ്ടാക്കിയ ഇന്ത്യയിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അതുപോലെ വർഗീയതയെ തലോലിക്കുന്നത്, അതൊക്കെ ആയിരിക്കും അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നത്. ഓരോ ഇലക്ഷനിലും ഓരോ കാര്യമല്ലേ വരുള്ളൂ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവായിട്ട് നിയമം നടത്തിയിട്ടുള്ള ലേബർ എല്ലാ രംഗത്തും. പക്ഷേ എന്നിട്ട് പോലും തൊഴിലാളികൾ ചൂഷണത്തിന് മുഴുവൻ വിമുക്തരായിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നിയമങ്ങൾ വീണ്ടും മോഡിഫൈ ചെയ്യേണ്ടി വരുന്നത്? നമ്മുടെ എക്സിസ്റ്റിംഗ് നിയമങ്ങൾ പോലും പലപ്പോഴും നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ നിയമങ്ങൾ, പ്രോഗ്രസീവായ നിയമങ്ങൾ പാസ്സാക്കുന്ന ഞങ്ങൾ അനുകൂലിക്കുകയും അത് പ്രോപ്പറായി ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തപ്പോൾ അതിനെ എതിർക്കുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടി വരും. എതിർക്കുക എല്ലാവരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ അതുകൊണ്ട് നല്ല നിയമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ അനുകൂലിക്കുകയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാകുന്ന പാളിച്ചകൾ തുറന്നു പറയുകയും ഞങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ് എല്ലാ രംഗത്തുള്ള പരാജയം അതായിരിക്കുമല്ലോ അടുത്ത് വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനിലെ ചർച്ചാ വിഷയം. അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. അപ്പോൾ സർക്കാരിന് ഈ കാര്യത്തിൽ കൃത്യമായി തന്നെ അഭിമാനിച്ച് മുന്നോട്ട് പോകാം. കാരണം അവർ തീരുമാനമെടുത്തു. ഇനി ഇംപ്ലിമെന്റേഷൻ ഘട്ടത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം. അത് പ്രതിപക്ഷത്തിൻ്റെയും എല്ലാവരുടെയും റോള് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നോക്കുക, എത്ര വളരെ തന്ത്രപരമായി തന്നെയാണ് സർക്കാരിൻ്റെ നയങ്ങളും ഈ നടപടികളും ഒക്കെ വരുന്നതെന്ന് നോക്കുക. തൊഴിലാളികൾക്ക് കൃത്യമായി അവർക്ക് കൊടുക്കേണ്ട ഒരു നിയമം വരുന്നു. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ സമൂഹത്തെ കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില നടപടികൾ കൂടി ഉണ്ടാകുന്നു. ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനകാര്യമന്ത്രിയുള്ള ഒരു സർക്കാർ, അതുപോലെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൃത്യമായി നിൽക്കുന്നു എന്ന് പല കേസുകളും കേരളത്തിൽ വരുമ്പോൾ എടുത്തു പറയാവുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു സർക്കാർ. ഇപ്പോൾ ഈ രീതിയിലുള്ള നിയമങ്ങൾ വരുമ്പോൾ തൊഴിലാളികളുടെ നിയമത്തിലും സ്ത്രീകൾക്ക് കൃത്യമായി പരിഗണന കിട്ടുന്നു എന്ന രീതിയിൽ വരുന്ന ഒരു സർക്കാർ, അതൊരു കൃത്യമായൊരു ക്യാപ്ഷനായി ഇടതുപക്ഷം അവതരിപ്പിക്കില്ലേ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ? അതിന് കേരളത്തിൽ വേറെ രംഗമെടുത്താൽ ലാലുപുര സ്ത്രീ സുരക്ഷ ഉണ്ടല്ലോ. അത് നിയമം കൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ദുരിതമുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം മാറിയിരിക്കില്ല. ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. അപ്പം ലാലെ ഈ ചർച്ച, ഈ നിയമം വെച്ചിട്ട് അത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനിൽ നേട്ടം ഉണ്ടാക്കാൻ ശ്രമമാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്കത് എളുപ്പമൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അപ്പോൾ ഞങ്ങൾക്ക് വേറെ കാര്യം വരേണ്ടി വരും. അപ്പോഴാണ് വേറെ കാര്യം വരുന്നത്. ഇപ്പം ഇന്നും ആത്മഹത്യ ഉണ്ടായല്ലോ ചങ്ങനാശ്ശേരിയിൽ, SI മാറ്റേണ്ടി വന്നില്ലേ? ഞാൻ പറയുന്നത് അപ്പോൾ ഇലക്ഷൻ വരുമ്പോഴേക്കും ഇത് മാത്രമല്ല വരാൻ പോകുന്നത്, സ്വാഭാവികമായിട്ടും മറ്റൊത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ സർക്കാരിൻ്റെ ഈ സ്ത്രീ സുരക്ഷ ഇപ്പോൾ തന്നെ ഉള്ളതല്ലേ? ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെൻറ് നിയമം, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമുണ്ടല്ലോ, സ്ത്രീകൾ കൂടുതലുള്ള 20-ൽ കൂടുതൽ സ്ത്രീകളുള്ള ഒരു ഫേമാണെങ്കിൽ അവിടെ പ്രത്യേക കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യണം. സ്ത്രീകൾക്കെതിരായി പരാതി വന്നാൽ അത് പ്രത്യേകമായി നോക്കണം. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ കമ്മിറ്റി വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും ഉണ്ടത്. ഇപ്പം നിയമങ്ങൾ പലതും ഇപ്പം തന്നെ ഉണ്ട്. ഈ നിയമത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ തുണിക്കടകളിൽ ഈ നിന്ന് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക്
അവർക്ക് ഈ നിൽപ്പിന് പകരം അവർക്ക് വിശ്രമവും അതോടൊപ്പം തന്നെ അവർക്ക് ഇരുന്നുകൊണ്ട് തന്നെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എർഗണോമിക്സ് വരുന്നത് അവിടെയാണ്. ഒരു ജോലി, ആ ജോലി എങ്ങനെ അവർ എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയും, അതിൽ അവർക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടോ? ഇപ്പോൾ കൃത്യമായി ഇപ്പോൾ ലാൽ തന്നെ ഫുൾ ടൈം 10 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ലാലിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതും ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി അവർക്ക് LDF-ന് പറയാം. പക്ഷെ അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ വേറെ 100 കാര്യം ഉണ്ടാവില്ലാലേ. തീർച്ചയായിട്ടും അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ വന്നിങ്ങനെ കുത്തി ചോദിക്കണം. ഡൊമിനിക് പ്രസന്റേഷൻ ഒരു ചർച്ചയുടെ ഒരു 20 മിനിറ്റ് ഒരുപക്ഷെ അനുകൂലമായി തന്നെ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും കുത്തി ചോദിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എതിരായിട്ട് പറയാനുണ്ടാകുക. ജനങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നുന്നില്ല സ്ത്രീ വിരുദ്ധമായി എന്തെങ്കിലും ഇതിനകത്തുണ്ട് എന്ന്. ഞാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പെട്ടെന്ന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഇതിനകത്തെ ഞാൻ ഇത് എന്തുകൊണ്ടാണ് നിയമത്തെ ഞാൻ എന്തുകൊണ്ടാണ് അത് നല്ല നിയമമായതുകൊണ്ട് തന്നെയാണ്. അതിന്റെ അർത്ഥം ഒരു ചർച്ചയിലേക്ക് പോകേണ്ട ഒരു ഘട്ടം ഇപ്പോഴില്ല. അപ്പൊ ശ്രീ SK സജീഷ്, നിങ്ങൾ ഒരു ആദ്യ ഘട്ടത്തിൽ വളരെ മുന്നിൽ വിജയിച്ചു തന്നെ നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഡൊമിനിക് പ്രസന്റേഷൻ പോലും കൃത്യമായി ഈ നിയമത്തിൽ പ്രത്യക്ഷത്തിൽ മോശപ്പെട്ടതായിട്ട് ഒന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിനകത്ത് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ഇതൊരു നല്ല കാര്യമായിട്ട് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തേണ്ടി വരുമെന്ന് മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോൾ പറയാനുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ കൃത്യമായ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമായി കാണുമോ നിങ്ങൾ? ഡോക്ടർ ലാൽ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഗവൺമെൻറ് വളരെ ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിന് വരുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM-ന്റെ നേതൃത്വത്തിൽ കേരള പഠന കോൺഗ്രസ് നടത്താറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ജനങ്ങളുടെ അഭിപ്രായത്തിലാണ് ഒരു പ്രകടന പത്രിക തയ്യാറാക്കുക. ആ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യമാണ് എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനം വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് തൊഴിൽ വകുപ്പിനകത്തും ഇപ്പോൾ സ്വീകരിച്ച ഈ നിലപാടുകൾ, നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഘട്ടമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളിലും മറ്റുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ നിലപാട് സ്വീകരിക്കും. അതാണ് നമ്മൾ ചെങ്ങന്നൂരിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സ്വീകരിക്കുന്ന നിലപാടാണ്. അതുകൊണ്ടാണ് ഇവിടെ മാത്രമല്ല, നമുക്കറിയാം ഈ തൊഴിലാളികളുടെ കാര്യത്തിൽ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ടെലിവിഷൻ ശൃംഖലയായ ടെലിമോർ പോലും അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ BBC ഉൾപ്പെടെയുള്ള ലോക മാധ്യമങ്ങൾ വരെ കേരളത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകളെ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ട്രാൻസ്ജെൻഡറിന്റെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ, ആദിവാസികൾ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു സേന ഇപ്പോൾ ഇന്നലെ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. ആ രീതിയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളോടൊപ്പം, പിന്തുണ ലഭിക്കേണ്ട ആളുകളോടൊപ്പം എല്ലാവരോടൊപ്പവും ഈ ഗവൺമെന്റ് നിൽക്കുന്നു. ഗവൺമെന്റ് എല്ലാവരുടെയും തർക്കിക്കാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒരു പുതിയ സംസ്കാരമായും കാണാം. അത് മറിച്ചൊരു ഇടപെടൽ തുടക്കം മുതൽ തർക്കിക്കാൻ വേണ്ടി ഒരു തർക്കത്തിലേക്ക് പോയാൽ അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടില്ല എന്ന ഒരു ബോധവും പ്രതിപക്ഷത്തിന് ഉണ്ടാകാം. കൃത്യമായി തന്നെ ഈ രീതിയിൽ നടപടികൾ എടുത്ത് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ. അത് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ പുതിയ വിപ്ലവം ഉണ്ടാക്കുമെന്ന അവരുടെ പ്രതീക്ഷ ചിലപ്പോൾ നിറവേറ്റിയേക്കാനും സാധ്യതയുണ്ട്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ SK സജീഷ്.